ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു മുട്ട മപ്പാസ്. ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയൊക്കെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് മുട്ട മപ്പാസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ഡിന്നറിന് നമുക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ട മപ്പാസ് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. മുട്ട മപ്പാസ് തയ്യാറാക്കാനായി നമ്മൾ 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടാണ് പുഴുങ്ങി വെച്ചാൽ ഉപ്പിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുട്ട പൊളിച്ചെടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് വേണ്ട സാധനങ്ങൾ 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, 2 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില വേണം, ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 സവോള നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാഷ്നട്ട് പേസ്റ്റ് വേണം. നമ്മൾ 100 ഗ്രാം കാഷ്നട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങയുടെ പാല്, 2 പാലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനമാണ്. നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ലേശം ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ ഒരു വരയൊക്കെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് ഉള്ളിലോട്ട് കയറി പിടിക്കാൻ വേണ്ടിയാണ് മുട്ടയിൽ വരയൊക്കെ വരഞ്ഞ് കൊടുക്കുന്നത്. മുട്ടയൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ കോരി മാറ്റുവാണ്. നമ്മൾ ആ മുട്ട വറുത്ത സെയിം എണ്ണയിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു, കറിവേപ്പില, പച്ചമുളക്, ഒരു 3 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നു, സവോള 3 സവോള നല്ല സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു, ലേശം ഉപ്പിട്ട് കൊടുത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളിയുടെ ഒന്ന് വാടി ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിപ്പോയി കഴിയുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നു, ഒരു ഫുൾ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നു. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ആ മല്ലിപ്പൊടിയുടെ കുത്തലൊന്ന് മാറണം. 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് നമുക്ക് മസാല ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ 100 ഗ്രാം കാഷ്നട്ട് അരച്ച പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് അധികം സോട്ട് ചെയ്യേണ്ട, കുറച്ചൊന്ന് സോട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ആ കാഷ്നട്ടിൻ്റെ പച്ചച്ചോവ് വരും. ഒന്നെങ്കിൽ നമ്മൾ കാഷ്നട്ട് ബോയിൽ ചെയ്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നേരെ അങ്ങ് ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ കാഷ്നട്ട് ബോയിൽ ചെയ്യാതെ അരയ്ക്കുന്നതുകൊണ്ട് ഒരു 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ്. നമ്മൾ ടൈറ്റ് പാലല്ല എടുത്തിരിക്കുന്നത്, ലൂസായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സാക്കാം. നമ്മൾ മൊത്തം 400 മില്ലി 2ാം പാൽ, തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി ലൂസാന്നേ ഉള്ളൂ. ഇച്ചിരി ഒഴിക്കുന്നതിന് കാഷ്നട്ടൊക്കെ ചേർത്തുകൊണ്ട് ടൈറ്റായിട്ട് വരുന്നുള്ളൂ. ലേശം ഉപ്പൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട മപ്പാസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ല ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും, കറിവേപ്പിലയുടെ ഇട്ട് തീയങ്ങ് ഓഫാക്കാം. നല്ല ക്രീമി ആയിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ കാഷ്നട്ടിൻ്റെയൊക്കെ അടിപൊളി സാധനമാണ്. മുട്ട മപ്പാസ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട്. ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. സൂപ്പർ. ചേച്ചി പറഞ്ഞ പോലെ
മുട്ട മപ്പാസ് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ നല്ല സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ് വിൽ പാചകം.